വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് സാക്ഷികളെക്കുറിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം തെറ്റാകാനാണ് സാധ്യത. തലമുറകളായിട്ട് ബൈബിൾ അധ്യാപകർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും മരിക്കാത്ത രണ്ട് പുരുഷന്മാരായ ഹാനോക്കും ഏലിയാവും ആയിരിക്കും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് നിഗൂഢ സാക്ഷികൾ എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. കാരണം അവർ ഇതുവരെ മരിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അവസാനം സംഭവിക്കുന്ന ആ നിയമം നിറവേറ്റാൻ വേണ്ടി, അതായത് മരിക്കാൻ വേണ്ടി അവർ തിരിച്ചു വന്നേ പറ്റൂ എന്നാണ് പറയുന്നത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ സഭകളും അന്ത്യകാല ചട്ടക്കൂടുകളും നിർമ്മിച്ചിട്ടുള്ളത്. പ്രവചനങ്ങളെല്ലാം അവരുടെ നാടകീയമായ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നു. നമ്മൾ പഠിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബൈബിൾ ഇതിനെക്കുറിച്ച് ചോദ്യം പോലും ചെയ്യാതെ ആ പാരമ്പര്യത്തെ അങ്ങനെ തന്നെ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെരുശലേം അതിൻ്റെ അവസാന ദിവസങ്ങളെത്തി. ലോകം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വക്കീലാണ്. 1260 ദിവസം പ്രവചിക്കാൻ വേണ്ടി അമാനുഷിക ശക്തിയോടെ രണ്ട് സാക്ഷികൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അതൊരു പ്രവചന പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. അവരുടെ വായിൽ നിന്ന് തീ വരുന്നു. അവരെ എതിർക്കാനായിട്ട് ആരെങ്കിലും മുതിർന്നു കഴിഞ്ഞാൽ അവർ ആ തീ കൊണ്ട് തന്നെ മരിക്കും. അവർ ആകാശത്തോട് പോലും ആജ്ഞാപിക്കും. അവർ ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്കിടെ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശത്തെ അവർ അടച്ചു കളയും. വെള്ളത്തെ രക്തമായിട്ട് മാറ്റാനും എല്ലാത്തരം ബാധകളും കൊണ്ട് ഭൂമിയെ നിറയ്ക്കാനും അവർക്ക് അധികാരമുണ്ട്. അവരുടെ ദിവസം അവസാനിക്കുന്ന സമയത്ത് ആഴത്തിൽ നിന്ന് കയറുവന്ന മൃഗം കാരണം അവർ കൊല്ലപ്പെടും. ലോകത്തിലുള്ള എല്ലാവരും ഇത് കണ്ട് ആഘോഷിക്കും. അവരുടെ ശരീരം 3.5 ദിവസം ആ മഹാനഗരത്തിൻ്റെ തെരുവിൽ തന്നെ കിടക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ ശ്വാസം അവരുടെ അകത്തേക്ക് വരും. അവർ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കും. ഇത് കാണുന്ന എല്ലാവരും പേടിച്ചു പോകും. അതിനുശേഷം സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം സംസാരിക്കും. ഉടൻ തന്നെ അവരുടെ ശത്രുക്കൾ എല്ലാവരും പേടിച്ച് അവരെ നോക്കി നിൽക്കുന്ന ആ സമയത്ത് തന്നെ അവർ ഒരു മേഘത്തിൽ കയറിപ്പോകും. കേൾക്കുമ്പോൾ ഇതെന്തോ പുരാണ കഥകളെ പോലെ തോന്നും. പക്ഷേ അല്ല, ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രവചന സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സാക്ഷികൾ ആരാണ്? പരമ്പരാഗതമായിട്ടുള്ള ഉത്തരം എല്ലാവർക്കും തന്നെ അറിയാം. അത് ഹാനോക്കും ഏലിയാവുമാണെന്നും നൂറ്റാണ്ടുകളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളും ഇതിനെക്കുറിച്ചുണ്ട്. ഇതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് ചില പണ്ഡിതന്മാരും വാദിക്കുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതായി. രണ്ടാമത്തത് ഏലിയാവ്. ഏലിയാവ് അഗ്നി ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഈ രണ്ടുപേരും ശരീരത്തിൽ മരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നും രണ്ട് സാക്ഷികളായി ഭൂമിയിൽ പ്രവചിക്കുമെന്നും മൃഗം അവരെ കൊല്ലുമെന്നും അങ്ങനെ മരിക്കുന്നതിലൂടെ മനുഷ്യർക്കുള്ള ആ നിയമം നിറവേറ്റുമെന്നുമാണ് അവർ പറയുന്നത്. നാം ഇത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത് വായിക്കുന്ന പല ആളുകളും ശ്രദ്ധിക്കാറില്ല. വെളിപ്പാട് 11 അധ്യായത്തിൽ ഒരു സ്ഥലത്തും ഈ സാക്ഷികളുടെ പേര് പറയുന്നില്ല. ആ വാക്യത്തിന്റെ അർത്ഥത്തിൽ ഒരിക്കൽ പോലും അവരെ ഹാനോക്കും ഏലിയാവുമാണെന്ന് വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വ്യാഖ്യാനം പൂർണ്ണമായും പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇതിനെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുന്ന സമയത്ത് ഈ പാരമ്പര്യത്തെ പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു കാര്യം പുരാതന പണ്ഡിതന്മാർ ശ്രദ്ധിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാരമ്പര്യത്തിൽ ആദ്യത്തെ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്. എബ്രായർ 9 അധ്യായം 27 വാക്യത്തിൽ ഒരു ദൈവശാസ്ത്രപരമായ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. അത് മിക്ക പ്രവചന അധ്യാപകരും അതിനെക്കുറിച്ച് തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന്. ഈ വാക്യം ഒരു സാർവത്രിക തത്വം സ്ഥാപിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷമാണ് ന്യായവിധി. അതിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. അതിൽ ഹാനോക്കും ഏലിയാവും ഒഴികെ എന്ന അടിക്കുറിപ്പ് ഒന്നുമില്ല. മനുഷ്യർക്ക് എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ആന്ത്രപ്പോസ് എന്നാണ്. അതിന് എല്ലാ മനുഷ്യരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള പ്രത്യേക വ്യക്തികളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഹാനോക്കും ഏലിയാവും ഇതുവരെ മരിച്ചിട്ടില്ലെങ്കിൽ അവർ ശാരീരിക മരണത്തെ പൂർണ്ണമായി മറികടന്ന് സ്വർഗത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ അവരുടെ ഈ മനുഷ്യ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. എല്ലാ മനുഷ്യർക്കും വേണ്ടി നിയമിച്ചിരിക്കുന്ന കാര്യം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെയും അവർ മരിക്കാനായിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്നും പറഞ്ഞ് എബ്രായർ 9 അധ്യായം 27 വാക്യം അവിടെ നിറവേറുന്നില്ല. അത് തികച്ചും വ്യത്യസ്തമാണ്. ഓരോ സാഹചര്യം അനുസരിച്ച് മാറുന്നതല്ല ഈ നിയമം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ നിശബ്ദത പോലെ തന്നെ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. പലർക്കും പല ചോദ്യങ്ങളുണ്ടാകും. ചിലപ്പോൾ തെറ്റായ ആൾക്കാരെയാണോ നാം ഇത്രയും കാലം വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്നത്? ചിലപ്പോൾ അതിൻ്റെ ഉത്തരം ആ വ്യാഖ്യാനങ്ങളിൽ തന്നെ മറഞ്ഞു കിടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ടെങ്കിൽ, വെളിപ്പാട് 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ ശക്തികളെ മുൻനിഴലാക്കുന്ന രീതിയിലുള്ള തികച്ചും വ്യത്യസ്തമായ രണ്ട് വ്യക്തികളിലേക്ക്
ആ സൂചനകൾ വിരൽ ചൂണ്ടുന്നുണ്ട്. 4 സുവിശേഷങ്ങളുണ്ടല്ലോ. അതിൽ 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നിർണായക സംഭവം നാം മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരു മലയിൽ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും പ്രതിനിധീകരിക്കുന്ന 2 പുരുഷന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇതൊരു ദർശനം എന്നതിനേക്കാൾ വലുതാണ്. 2 സാക്ഷികളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാനുള്ള താക്കോൽ ഇതിലുണ്ട്. എന്നാൽ ഈ പുരുഷന്മാരിൽ ഒരാളിൽ ഒരു പ്രശ്നമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിലൊരാൾ നേരത്തെ തന്നെ മരിച്ചുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരം അടക്കം ചെയ്തു എന്നും വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനും ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ദൈവം അവനെ അടക്കം ചെയ്തു. യേശുവിന്റെ അടുത്ത് 2 പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ടു, മോശയും ഏലിയാവും. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ മലയിൽ വെച്ച് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് പേർ പ്രവാചകന്മാരിലും ഗോത്രപിതാക്കന്മാരിലും ഉണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ശമൂവേൽ, ഏശയ്യാവ്, ഇരമ്യാവ്, ദാനിയേൽ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നാലും യേശുവിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് 2 പേർ മാത്രമേ ഉള്ളൂ. പഴയ നിയമ വെളിപ്പാടിൻ്റെ പ്രതിനിധിയായിട്ട് 2 പേരെ മാത്രമേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സീനായ് മലയിൽ വെച്ച് കൽപ്പനകൾ സ്വീകരിച്ച മഹാനായ മോശ, സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ബാലിൻ്റെ പ്രവാചകന്മാർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് ശക്തനായ പ്രവാചകനായ ഏലിയാവ്. അതായത് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഒരുമിച്ച് നിൽക്കുന്നു. യെരുശലേമിൽ യേശുവിന് സംഭവിക്കാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെളിപ്പാട് 11 അധ്യായം വായിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം പുരാതന പണ്ഡിതന്മാർ കണ്ടെത്തി. 2 സാക്ഷികൾക്ക് കൊടുത്തിട്ടുള്ള ശക്തികൾ എന്ന് പറയുന്നത് ഈ ഒരു അമാനുഷിക ശക്തി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ കൊടുത്തതല്ല. അതിൻ്റെ പുറകിൽ ഉദ്ദേശങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 2 പ്രത്യേക വ്യക്തികൾ നടത്തിയ അത്ഭുത അടയാളങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണിത്. ആ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ സാക്ഷിക്കുള്ള ശക്തി ഒന്ന് നോക്കിക്കേ. അവർ പ്രവചിക്കുന്ന ദിവസങ്ങളിൽ മഴ പെയ്യിക്കാതിരിക്കാൻ ആകാശം അടയ്ക്കാനുള്ള അധികാരം. ഇത് പൊതുവെയുള്ള അത്ഭുത ശക്തിയല്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് ആഹാബ് രാജാവിൻ്റെ അടുത്ത് ഏലിയാവ് പ്രഖ്യാപിച്ച അടയാളമാണിത്. ഈ സാക്ഷികൾ ശുശ്രൂഷ ചെയ്യുന്ന അതേ കാലയളവ്, അതായത് 3.5 വർഷത്തേക്ക് സ്വർഗം അടച്ചു. ദേശം ഉണങ്ങി. ആ രാഷ്ട്രത്തിൽ വലിയ ക്ഷാമം ഉണ്ടായി. ഇനി രണ്ടാമത്തെ സാക്ഷിയുടെ ശക്തി നമുക്ക് നോക്കാം. വെള്ളത്തെ രക്തമാക്കി മാറ്റുന്നു. എല്ലാ ബാധകളും കൊണ്ട് ഭൂമിയെ അടിക്കാനുള്ള അധികാരം. ചില പണ്ഡിതന്മാർ ഇത് പല പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ സാഹിത്യ ഘടന തന്നെ കൂടുതൽ വ്യക്തമായ ഒരു ബന്ധം വെളിപ്പെടുത്തുന്നുണ്ട്. ബൈബിളിൽ ആരാണ് വെള്ളത്തെ രക്തമാക്കി മാറ്റിയത്? ഫറവോന്റെ അഹങ്കാരം തകരുന്നതുവരെ. ആരാണ് ബാധകളെ ഒന്നിനു പുറകെ ഒന്നായി ഈജിപ്തിൽ അയച്ചത്? നൈൽ നദിയിൽ വടിനീട്ടി അത് രക്തമാക്കി മാറ്റിയത് ആരാണ്? തവള, കൊതുക്, ഈച്ച, കന്നുകാലി രോഗങ്ങൾ, പരു, ആലിപ്പഴം, വെട്ടുക്കിളി, ഇരുട്ട് എന്നീ ബാധകൾ ആരാണ് വരുത്തിയത്? അത് മോശയാണ്. ഈ രൂപാന്തരീകരണം ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു നിഗൂഢ ദർശനം മാത്രമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വ്യക്തമാകും. മോശയും ഏലിയാവും യേശുവിൻ്റെ സൈഡിൽ നിന്നു. ലൂക്കോസ് 9:31 പറഞ്ഞിരിക്കുന്നത് പോലെ യെരുശലേമിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന പീഡനം, മരണം, പുനരുത്ഥാനത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. ഇത് വെളിപ്പാട് 11 പറഞ്ഞിരിക്കുന്ന 2 സാക്ഷികൾ ചെയ്യുന്ന അതേ മാതൃക തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് പരമ്പരാഗതമായി നാം പറയുന്ന ഹാനോക്ക്, ഏലിയാവ് സിദ്ധാന്തം പൂർണ്ണമായും മാറുന്നത്. ഈ 2 സാക്ഷികളുടെയും ശക്തികൾ മനഃപൂർവ്വം മോശയും ഏലിയാവുമാണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ, ബൈബിൾ തന്നെ അവർ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വെച്ച് അവരെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് ഹാനോക്കാകാനാണ് സാധ്യത എന്ന് പറയുന്നതിൽ ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥവുമില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ അത്ഭുതങ്ങളിൽ ഒന്നുപോലും ഹാനോക്ക് ചെയ്തിട്ടില്ല. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു, അതിനുശേഷം എടുക്കപ്പെട്ടു. ബൈബിളിൽ ഹാനോക്കിനെ കുറിച്ച് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ തീയിറക്കിയില്ല, സ്വർഗത്തെ അടച്ചില്ല, വെള്ളം രക്തമാക്കി മാറ്റിയില്ല, ബാധകൾ കൊണ്ട് അത്ഭുതം ചെയ്തില്ല. തെളിവുകളെല്ലാം തന്നെ അവരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ 2 സാക്ഷികളിൽ ഒരാളായിട്ട് പരിഗണിക്കുന്നതിൽ നിന്ന് മോശയെ പൂർണ്ണമായും അയോഗ്യനാക്കുന്ന തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അത് ദൈവശാസ്ത്രപരമായ സങ്കീർണതയോ വ്യാഖ്യാന ബുദ്ധിമുട്ടോ ഒന്നുമല്ല. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. മോശ മരിച്ചു. മോശയുടെ മരണത്തെക്കുറിച്ച് വിശദമായി ബൈബിൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബെത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്ന് വരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. ദൈവം തന്നെ മോശയെ ഒരു രഹസ്യ സ്ഥലത്ത് അടക്കം ചെയ്തു.
പഴയ നിയമത്തിലുള്ള ഏറ്റവും വലിയ പ്രവാചകൻ മറ്റെല്ലാ മനുഷ്യരെയും പോലെ മരണം രുചിച്ചു. മരിച്ച ഒരാൾ എങ്ങനെയാണ് സാക്ഷികളിൽ ഒരാളായി മാറുന്നത്? ഏലിയാവിൻ്റെ കൂടെ മോശ രൂപാന്തരീകരണ മലയിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് രണ്ടുപേരും ശാരീരിക രൂപത്തിലാണ് പ്രത്യക്ഷമായത്. എല്ലാവർക്കും തന്നെ അവരെ കാണാൻ പറ്റുമായിരുന്നു. ലൂക്കോസ് അവരെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ഉപയോഗിക്കുന്ന അതേ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു ദർശനമാണ് എന്ന് പല പണ്ഡിതന്മാരും വാദിക്കുന്നുണ്ട്. പക്ഷേ പത്രോസിന്റെ പ്രതികരണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഒരു ദർശനമല്ല എന്നുള്ളത്. 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനുമെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ ശരീരമില്ലാത്ത ആത്മാക്കൾക്കോ അല്ലെങ്കിൽ ദർശനങ്ങൾക്കോ വേണ്ടി വീട് പണിയാറില്ല. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ കാര്യം വ്യക്തമാകും. മോശ മരിച്ച് ഉയർത്തെഴുന്നേറ്റവരെ പ്രതിനിധീകരിക്കുന്നു. ഇതുവരെ മരിക്കാത്തവരെ ഏലിയാവ് പ്രതിനിധീകരിക്കുന്നു. പർവ്വതത്തിലുണ്ടായ ഈ കൂടിക്കാഴ്ച യേശു മടങ്ങി വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന വിശ്വാസികളുടെ 2 തരത്തിൽപ്പെട്ടവരുടെ മുൻനിഴലാണ് അവർ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വെളിപ്പാട് 11 അധ്യായത്തിലെ 2 സാക്ഷികളാണ് ഈ 2 വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പ്രവചനപരമായ മാനം വെറും പ്രതീകാത്മകത എന്നതല്ല, അതിനും അപ്പുറത്തേക്ക് ഇത് വ്യാപിക്കുന്നു. 2 സാക്ഷികളും എന്തോ ക്രമരഹിതമായി തിരഞ്ഞെടുത്ത ഒരു പ്രവാചകന്മാരല്ല. അവർ മോശയും ഏലിയാവുമാണ്. അതായത് ന്യായപ്രമാണവും പ്രവാചകന്മാരും. വീണ്ടെടുപ്പ് ചരിത്രത്തിൻ്റെ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി അവർ മടങ്ങി വരും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.